രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ശ്രീബുദ്ധൻ്റെ കഥകൾ പറയാൻ പോവുകയാണ്. ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ അദ്ദേഹം ഈ ഭൂമി വിടുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാനായിട്ട് പോവുകയാണ്. എല്ലാ തിങ്കളാഴ്ചയും 3 മണിയാകുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പനും രാധാറാണി അമ്മയും അനുഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നാരായണീയം കിട്ടിയിരിക്കും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ രാധയുടെ പ്രണയം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ശ്രീബുദ്ധൻ കിട്ടിയിരിക്കും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ അഷ്ടപതി കിട്ടിയിരിക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശ്രീബുദ്ധൻ്റെ മോക്ഷം കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ധർമ്മപദം എന്ന പുസ്തകം. അത് ഞാൻ പഠിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ പുസ്തകം വേണമെന്നില്ല. ഈ വെള്ളിയാഴ്ച മുതലാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. പുസ്തകമൊന്നും നിങ്ങളുടെ കയ്യിൽ വേണ്ട. അതിൻ്റെ വരികൾ ഞാൻ ഇതിനകത്ത് വീഡിയോ ആയിട്ട് ഇട്ടേക്കും. അതിൻ്റെ പുസ്തകം കിട്ടാൻ പാടാണ്. സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ കൃഷ്ണാവതാര കാലത്ത് പറയാൻ ബാക്കി വെച്ച കാര്യങ്ങളാണ് ബുദ്ധ അവതാര കാലത്ത് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തന്നെ ഒരു അംശാവതാരമാണ് ആരെന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീബുദ്ധനെന്ന് പറയുന്നത്. രാധാറാണിയുടെ അംശാവതാരമാണ് യശോദയായിട്ടും വരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. നമ്മുടെ മാതാവ് രാധാറാണിക്ക് ജയ്. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. നമുക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. നമ്മളെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. ശ്രീബുദ്ധൻ ആരംഭിക്കുകയായി. അതിനു മുമ്പ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ പ്രയോജനപ്പെടട്ടെ. ഈ ശ്രീബുദ്ധൻ്റെ കഥ അവതരിപ്പിക്കുന്നതിന് വേണ്ടി
ഞാൻ ഏതൊക്കെ പുസ്തകങ്ങളാണ് റെഫർ ചെയ്തിട്ടുള്ളത്, ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം. ആഗ്രഹമുള്ളവർക്ക് അത് നോക്കാം. ദ ലൈഫ് ഓഫ് ബുദ്ധ, അതായത് അശ്വഘോഷ ബോധിസത്വയുടേതാണ്. അശ്വഘോഷ ബോധിസത്വയുടെ ദ ലൈഫ് ഓഫ് ബുദ്ധ. ബിക്കമിങ് ബുദ്ധ, ബിക്കമിങ് ബുദ്ധ. പിന്നെ സൗന്ദര്യനന്ദം, അത് അശ്വഘോഷ മഹാകാവ്യമാണ്. സൗന്ദര്യനന്ദം അശ്വഘോഷ മഹാകാവ്യം. പിന്നെ പലതരത്തിലുള്ള റിൻപോച്ചേമാരുടെ ദർശനങ്ങൾ, അതടങ്ങിയ പുസ്തകങ്ങൾ. ദലൈലാമാസ് ബുക്സ്, ദലൈലാമയുടെ പുസ്തകങ്ങൾ. പിന്നെ ബുദ്ധ ആൻഡ് ഹിസ് മെസ്സേജ് എന്ന് പറഞ്ഞ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ പുസ്തകം. അതേ കണക്ക് ദ ലൈറ്റ് ഓഫ് ഏഷ്യ, ലൈറ്റ് ഓഫ് ഏഷ്യ വളരെ പ്രധാനപ്പെട്ടതാണ്. ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്നത് എഡ്വിൻ ആർണോൾഡിൻ്റെതാണ്. പിന്നെ ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ അംബേദ്കറുടെ പുസ്തകമാണ്. ബി ബുദ്ധ രവിചന്ദ്രൻ്റെ പുസ്തകമാണത്. ഗൗതമ ബുദ്ധ ദ ലോർഡ് ഓഫ് വിസ്ഡം, അത് രോഹിണിയുടേതാണ് ആ പുസ്തകം. പിന്നെ ജീസസ് ആൻഡ് ബുദ്ധ, മനസ്സിലായില്ലേ, മാർക്കോ ബോറിൻ്റെതാണ് ദ ജീസസ് ആൻഡ് ബുദ്ധ. പിന്നെ ബുദ്ധ ആൻഡ് ഹിസ് ലൈഫ് ആൻഡ് ടീച്ചിങ്സ്, വാൾട്ടർ ഹെൻറിയുടേതാണ് ആ പുസ്തകം എന്ന് പറയുന്നത്. പിന്നെ നിരവധി പുസ്തകങ്ങൾ, നിരവധി പുസ്തകങ്ങൾ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശുദ്ധോധന മഹാരാജാവ് വാർദ്ധക്യാവസ്ഥയിലെത്തി. ഇതുവരെയും ഒരു പുത്രൻ ജനിച്ചിട്ടില്ല. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത വിഷമമായി. അയ്യോ, തൻ്റെ രാജ്യത്തിന് ഒരു അനന്തരാവകാശിയില്ല, തൻ്റെ കുടുംബത്തിന് ഒരു അനന്തരാവകാശിയില്ല. താൻ മരിച്ചു പോകുന്നതോടുകൂടി ഈ രാജ്യം അന്യം നിന്നു പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വിഷമിച്ചു. മറ്റുള്ളവരുടെ ഉപദേശപ്രകാരം പൂജകളും ഹോമങ്ങളുമൊക്കെ സ്വാത്വികനായ ആ മനുഷ്യൻ നടത്തി തുടങ്ങി. ഈ സമയത്ത് മറ്റൊരത്ഭുതം സംഭവിക്കുകയാണ്. നമ്മുടെ ഈ ലോകത്തെ താങ്ങി നിർത്തുന്നത്, കാത്തു രക്ഷിക്കുന്നത് 4 ദിക്പാലകന്മാരാണ്. അവരുടെയൊക്കെ മുകളിലായിട്ടൊരു ലോകമുണ്ട്. ആ മുകളിലത്തെ ലോകത്തിലാണ് പുണ്യം ചെയ്ത് മരിച്ചവരുടെ ആത്മാക്കൾ പാർക്കുന്നത്. ആ ലോകത്താണ് അവർ പാർക്കുന്നത്, പുണ്യാത്മാക്കൾ. അവരവിടെ 3,000 വർഷം ജീവിച്ചിട്ട് വീണ്ടും അവർ ഭൂമിയിൽ വന്ന് ജനിക്കും. അങ്ങനെ പുണ്യാത്മാക്കളുടെ ലോകത്തേക്ക് ഇതാ ഒരു മഹാനായ പുണ്യാത്മാവ് എത്തുകയാണ്. മഹാനായ ഒരു പുണ്യാത്മാവ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിലേക്ക് മാലാഖമാർ നോക്കിയപ്പോൾ അവിടെ ലോകോദയത്തിൻ്റെ 5 അടയാളങ്ങൾ ദേവതമാർ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, ലോക അനുഗ്രഹത്തിന് വേണ്ടി അങ്ങ് ഇനിയും ഭൂമിയിലേക്ക് തിരിക്കേണ്ട സമയമായി. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ വീണ്ടും പോവുകയാണ്, ഈ ലോകത്തേക്ക് പോവുകയാണ്. ഇതെൻ്റെ അവസാനത്തെ യാത്രയാണ്. എൻ്റെ ജന്മവും എൻ്റെ മൃത്യുവും ഇവിടെ വച്ച് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ധർമ്മോപദേശങ്ങൾ ആരാണോ കേൾക്കുന്നത് അവനിതാ മോക്ഷം കിട്ടിക്കഴിഞ്ഞു. അവനിനി ജനനമില്ല, അവനിനി മരണമില്ല. ജനിമൃതികളിൽ നിന്ന് അവൻ മോക്ഷം കിട്ടിക്കഴിഞ്ഞു. ഭൂമിയിലെ ജനങ്ങളെ, നിങ്ങൾക്കായിട്ടൊരനുഗ്രഹം. കാരണം ഇതെൻ്റെ അവസാനത്തെ വരവാണ്. ആ അവസാനത്തെ വരവായതുകൊണ്ട് ആരൊക്കെയാണോ ഞാൻ പറയുന്നത് പിന്തുടരുന്നത് അവർക്കും ഇത് ഭൂമിയിലെ അവസാനത്തെ വരവായിരിക്കും. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണ നമ്മൾ പറയുന്ന ദൈവങ്ങൾ വീണ്ടും വീണ്ടും അവതാരമെടുക്കും. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ പല ജന്മങ്ങൾ എടുത്താലേ മോക്ഷം കിട്ടൂ. പക്ഷേ ഈ വരുന്ന പുണ്യാത്മാവ് അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വരവാണ്. അവസാനത്തെ വരവായത് കൊണ്ട് അദ്ദേഹം പറയുന്നത് കൃത്യമായി കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. ആ പുണ്യാത്മാവിൻ്റെ പേരെന്താണെന്നറിയാമോ? ബുദ്ധൻ.
ബുദ്ധൻ എന്നാണ് ആ പുണ്യാത്മാവിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു, ഹിമാലയത്തിന് തെക്കുള്ള ശാക്യവംശത്തിൽ ഞാൻ പിറക്കാൻ പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിതാ ഭൂമിയിലേക്ക് പോവുകയാണ്. അതെ അതെ, ബുദ്ധൻ ഭൂമിയിലേക്ക് വരവായി, ബുദ്ധൻ ഭൂമിയിലേക്ക് വരവായി. നമുക്ക് മോക്ഷം നൽകാൻ വരവായി കാരുണ്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ബുദ്ധൻ. അന്ന് രാത്രി, ബുദ്ധൻ ഇത് പറയുന്ന അന്ന് രാത്രി, മായാവതി എന്ന പുണ്യവതിയായ സ്ത്രീ ശുദ്ധോദന മഹാരാജാവുമൊത്തിങ്ങനെ ഉറങ്ങുകയാണ്. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരൊരത്ഭുത സ്വപ്നം കാണുകയാണ്. ആകാശത്ത് നിന്നൊരു നക്ഷത്രം, എന്തൊരു പ്രകാശമുള്ള നക്ഷത്രം, കാമധേനുവിൻ്റെ പാൽ നിറം, ഒരാനയുടെ അടയാളം, 6 രശ്മികളുണ്ട്, പനിനീർമുത്തിൻ്റെ നിറം, ഉജ്ജ്വലമായ പ്രഭ. ആകാശത്തിൻ്റെ ഉയരങ്ങളിൽ നിന്ന് അത് അതിവേഗം പാഞ്ഞു വരികയാണ്. പാഞ്ഞു വന്ന് മായാദേവിയുടെ ഗർഭപാത്രത്തിൻ്റെ വലതുവശത്ത് വന്ന് ഒന്ന് നിന്നു. നിന്നതിനു ശേഷം ശരവേഗത്തില് അത് മായാദേവിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. ദേവി ദിവ്യമായ ഒരാനന്ദം അനുഭവിച്ചു. ആ സമയത്ത് പകല് മാത്രം വിടരേണ്ട പൂക്കൾ ആ സമയത്ത് ആ രാത്രി വിടരാൻ തുടങ്ങി. കടല് ശാന്തമായി, തിരമാലകളെല്ലാം നിന്നു. അതേ, നിശബ്ദരായി കിടന്ന പക്ഷികൾ പോലും പെട്ടെന്ന് ഉറക്കമുണർന്നു. പ്രപഞ്ചം മുഴുവനും ഒരു അസാധാരണമായ ഒരു വെളിച്ചം മുഴങ്ങി, അസാധാരണമായ ഒരു ശബ്ദവും മുഴങ്ങി. ആ സമയത്ത് ഭൂമിയിൽ സകല മനുഷ്യരും ഒരു അശരീരി കേൾക്കുകയാണ്. മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നവരെ, അവൻ വന്നു കഴിഞ്ഞു, ബുദ്ധൻ വന്നു കഴിഞ്ഞു, ബുദ്ധൻ എത്തിക്കൊള്ളുവിൻ, ഉണരുവിൻ, മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നവർ ഉണരുവിൻ. ആ ശാക്യവംശത്തിലെ സകല ആൾക്കാരും അവിടുത്തെ പ്രജകളും പെട്ടെന്നുണർന്നെഴുന്നേറ്റു. എല്ലാവരും വ്യക്തമായി കേട്ടു. ആ ശരീരി എല്ലാവരും വ്യക്തമായി കേട്ടു, സകലരും കേട്ടു. മായാദേവി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ അതുകൂടാതെ ഇങ്ങനെ ഒരു സ്വപ്നവും കൂടി കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ രാജാവ് എന്ത് ചെയ്തു? കൊട്ടാരത്തിലെ ജ്യോതിഷികളെ വരുത്തിയിട്ട് ചോദിച്ചു, എന്താണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? അവർ ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, പ്രഭോ വരവായി സർവലക്ഷണങ്ങളും തികഞ്ഞ ഉത്തമനായ പുത്രന്റെ വരവായി, ദൈവപുത്രന്റെ വരവായി കഴിഞ്ഞിരിക്കുന്നു പ്രഭോ. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമായി. അതേ, ബുദ്ധന്റെ ജനനത്തിനായി കാത്തിരിക്കുകയാണ്. മായാദേവി പൂർണ്ണ ഗർഭിണിയായ മായാദേവി ഒരു ദിവസം പിലാശുമരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതേ, പ്രസവ മുഹൂർത്തമായി. ആ സമയത്ത് മരത്തിൽ നിന്ന് പൂക്കൾ ഇങ്ങനെ പൊഴിഞ്ഞു വീണ് പൂക്കൾ കൊണ്ടൊരു മെത്ത താഴെ ഉണ്ടായി. മായാദേവി അത്ഭുതത്തോടുകൂടി കാണുന്നു, തൻ്റെ സമീപത്ത് നിന്നിരുന്ന പാറ അത് തനിയെ പിളർന്നു. അതിൽ നിന്ന് ഒരു ജലം, ഒരു നീരുറവ വന്നു കഴിഞ്ഞു. പ്രസവിച്ച് വീഴുന്ന കുഞ്ഞിനും അമ്മയ്ക്കും കുളിക്കാൻ വേണ്ടി ഏറ്റവും പരിശുദ്ധമായ ഇത് വന്നു കഴിഞ്ഞു. ആ സമയത്ത് മായാദേവിക്ക് ഒരാലസ്യം പോലെ വന്നു. പെട്ടെന്നൊരു ദിവ്യപ്രഭ വരുന്നു. വൃക്ഷലതാദികൾ അവരുടെ കൊമ്പുകളെല്ലാം താഴ്ത്തി ഒരു മറ തീർത്തു. അതേ, ആ സമയത്ത് വരവായി ഒരു കുഞ്ഞു വരവായി. സർവഭാഗ്യ ലക്ഷണങ്ങളും തികഞ്ഞ കുഞ്ഞ് വരവായി. ആ സമയത്ത് അന്തരീക്ഷത്തിൽ മുഴങ്ങി, ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി.
അതേ വാർത്ത കാട്ടുതീ പോലെ പരന്നു. പെട്ടെന്ന് കൊട്ടാരത്തിൽ വാർത്ത എത്തി. അതെ, മായാദേവി അതാ ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്തിരിക്കുന്നു. ഉടൻ തന്നെ അവിടുന്ന് പല്ലക്ക് വിട്ടു. പക്ഷേ ആ പല്ലക്ക് ചുമക്കാൻ അദൃശ്യരായിട്ട് 4 പേര് വന്നു. ഒന്ന് ഇന്ദ്രൻ, മറ്റൊന്ന് വരുണൻ, മറ്റൊന്ന് അഗ്നി, മറ്റൊന്ന് യമൻ. മറ്റുള്ളവരെ മാറ്റി നിർത്തി അവര് കാണാതെ തന്നെ ഈ പല്ലക്കിൻ്റെ ഭാരം മുഴുവനും ഇന്ദ്രനും വരുണനും അഗ്നിയും യമനും കൂടി ഏറ്റെടുത്തു. അവരാ പല്ലക്ക് ചുമന്നു. അവർ ബുദ്ധന്റെ അടുക്കൽ വന്നു. ആ ജനിച്ചു വീണ കുഞ്ഞിന്റെ അടുക്കൽ വന്നു. ഇന്ദ്രദേവനും അഗ്നിദേവനും വരുണനും യമദേവനും വണങ്ങിയതിനു ശേഷം അവർ തന്നെ ബുദ്ധനെ എടുത്ത് പല്ലക്കിലിരുത്തി. അവർ തന്നെ ചുമന്ന് രാജാവിൻ്റെ അടുക്കലെത്തി. എന്നിട്ട് ഒരിക്കൽ കൂടി ബുദ്ധനെ വണങ്ങിക്കൊണ്ടുപോയി. അപ്പോൾ രാജാവ് പറഞ്ഞു, ആഹ്ലാദിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ, നമുക്ക് വാർദ്ധക്യകാലത്ത് പുത്രൻ ജനിച്ചിരിക്കുന്നു. നമ്മുടെ ആഗ്രഹം സഫലമായിരിക്കുന്നു. ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തുകൊള്ളുവിൻ. തെരുവീതികളെല്ലാം അലങ്കരിക്കുവിൻ. ജനങ്ങളോട് ഉത്സവ തിമിർപ്പിലാറാടാൻ പറയൂ. ജനങ്ങൾ മുഴുവൻ ഉത്സവ തിമിർപ്പിലായി. വലിയ വലിയ വ്യാപാരികൾ വില പിടിച്ച കാഴ്ച വസ്തുക്കൾ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ രാജകൊട്ടാരത്തിലെ സഭ ചേർന്നു. സഭ ചേർന്നിട്ട് പറഞ്ഞു, ഇവൻ എന്ത് പേരിടണം, ഇവൻ എന്ത് പേരിടണം. അപ്പോൾ എല്ലാവരും ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ സിദ്ധാർത്ഥൻ എന്ന പേര് വിളിക്കാം. കാരണം അങ്ങേക്കൊരു കുട്ടിയില്ലാതെ ആഗ്രഹിച്ചിരുന്നതില്ലേ? അങ്ങയുടെ ആഗ്രഹം സഫലമായ നിമിഷമാണിത്. സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞാൽ അർത്ഥം സഫലമായതെന്നാണ്. അതുകൊണ്ട് നമുക്കിവൻ എന്ത് പേരിടാം? സിദ്ധാർത്ഥൻ എന്ന പേരിടാം. ഈ സമയത്ത് മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, മറ്റൊരു സന്തോഷ വർത്തമാനം. എന്താണ് മഹാരാജാവേ? അങ്ങേക്കിതാ വീണ്ടും ഒരു പുത്രൻ ജനിക്കാൻ പോകുന്നു. എന്ത്? അതേ, ഇളയറാണിയും പൂർണ്ണ ഗർഭിണിയാണ്. നിങ്ങൾക്കറിയാമോ, ബുദ്ധരന് അനിയനുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കഥ. ആ അനുജന്റെ പേര് നന്ദൻ എന്നാണ്. നന്ദൻ. ബുദ്ധനും നന്ദനും ഇതേ കണക്കാണ്. നല്ല ആരോഗ്യമുള്ളതും ഭയങ്കര സുന്ദരനുമാണ്. പക്ഷേ നന്ദൻ എപ്പോഴും സുഖഭോഗങ്ങളിൽ മുങ്ങിക്കഴിയുന്ന ആളും ബുദ്ധൻ നേരെ തിരിച്ചുമാണ്. ഈ നന്ദന് ഇതിനകത്തൊരു വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത് ബുദ്ധനൊരു സഹോദരങ്ങളുള്ളത്. ഈ സമയത്ത് വിദേശത്തുനിന്ന് പോലും സന്ദർശകർ വന്നു തുടങ്ങി. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു വൃദ്ധൻ ഉണ്ടായിരുന്നു. ആ വൃദ്ധൻ നല്ല കറുത്ത നിറമുള്ള ഒരു വൃദ്ധൻ. അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ദിവ്യനാണെന്നറിഞ്ഞ് മായാദേവിയും ശുദ്ധോദന മഹാരാജാവും ഈ കുഞ്ഞുമായി ചെന്നു. കുഞ്ഞിനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കിടത്തി അദ്ദേഹത്തെ വണങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ. അദ്ദേഹം ആ കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ അയ്യോ, ഈ കുഞ്ഞിനെ എൻ്റെ പാദങ്ങളിൽ കിടത്തരുതേ, ഈ കുഞ്ഞിനെ എൻ്റെ പാദങ്ങളിൽ കിടത്തരുതേ. ഇത് ഈശ്വരനാണ്. കണ്ടില്ലേ വാർഷ്ണിരേഖ, സ്വസ്തികാരേഖയുടെ വരകള്, 32 പ്രധാനപ്പെട്ട ഭാഗ്യചിഹ്നങ്ങള്, അതുകൂടാതെ 80 അപ്രധാനമായ ഭാഗ്യചിഹ്നങ്ങള്. ദൈവമേ, ഇതാരാണ്? ഒരു നിമിഷം അദ്ദേഹം ധ്യാനത്തിലിരുന്നു. മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ കേൾക്കാം. അപ്പോൾ അദ്ദേഹം കേൾക്കുകയാണ്, ദേവന്മാരാഘോഷിക്കുന്നു, ബുദ്ധൻ പിറന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇത് ബുദ്ധ ഭഗവാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇവൻ ധർമ്മം അനുഷ്ഠിക്കും, ഇവൻ ധർമ്മം പ്രസംഗിക്കും. ഈ ലോകം മുഴുവൻ ഇവൻ ധർമ്മം പ്രസംഗിച്ചുകൊണ്ട് നടക്കും. മഹാരാജ്ഞി, അവിടുന്ന് ഭാഗ്യവതിയാണ് മഹാരാജ്ഞി. സകല ദേവതമാർക്കും സകല മനുഷ്യർക്കും പ്രിയപ്പെട്ടതാണ് രാജ്ഞി അവിടുന്ന്. അല്ലയോ രാജ്ഞി, ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക. ഇനി ഈ ഉണ്ണി പിറന്ന അന്ന് തൊട്ട് 7 ദിവസങ്ങൾക്കുള്ളിൽ
ഈ വേദന നിറഞ്ഞ ലോകത്തിൽ നിന്ന് പുണ്യവതിയായ മായാദേവി നിങ്ങൾ തിരിച്ചു പോകും. 7ാമത്തെ രാത്രിയിൽ നിങ്ങൾ തിരിച്ചു പോകും. വേദനകളില്ലാത്ത ലോകത്തേക്ക് തിരിച്ചു പോകും. നിങ്ങൾ അവിടെ രാജ്ഞിയായി വാഴും. നിങ്ങളെ കൊണ്ടുപോകാൻ ദേവതമാര് വരും. ഈ വൃദ്ധ സന്യാസി അങ്ങനെ പറഞ്ഞതിൻ്റെ 7ാമത്തെ ദിവസം മായാവതി അന്തരിച്ചു. മായാവതി ഈ ലോകം വിട്ടുപോയി. ഈ കുഞ്ഞിനെ വളർത്തുന്നതിന് വേണ്ടി രാജാവ് ഒരു രാജകുമാരിയെ നിയമിച്ചു. മഹാപ്രജാധിപത്യ എന്നാണ് പേര്, മഹാപ്രജാധിപത്യ. എന്നിട്ട് അദ്ദേഹം ജ്യോതിഷികളെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൻ്റെ ഭാവി നിങ്ങൾ പ്രവചിക്കണം. പറയൂ, എന്താണ് എൻ്റെ മകൻ്റെ ഭാവി? അവിടെ കൂടിയിരുന്ന ജ്യോതിഷികളെല്ലാവരും 2 വിരൽ ഉയർത്തി കാണിച്ചു. പക്ഷേ ഒരാള് മാത്രം, കോതണ്ണൻ എന്ന് പറയുന്ന ആള് മാത്രം ഒറ്റ വിരലേ ഉയർത്തി കാണിച്ചുള്ളൂ. അപ്പൊ രാജാവ് പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ദയവ് ചെയ്ത് എന്നോടൊന്ന് തെളിച്ചു പറയൂ. 2 വിരൽ ഉയർത്തി കാണിച്ചവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പറയുന്നത്? അപ്പോൾ അവര് പറഞ്ഞു, രാജാവേ, ഞങ്ങൾ 2 വിരൽ ഉയർത്തി കാണിച്ചതിൻ്റെ കാര്യം ഇതാണ്. ഒന്നുകിൽ ഇവൻ ലോകം ഭരിക്കും, ചക്രവർത്തിയാകും, ഈ ലോകം മുഴുവൻ ഇവൻ കീഴടക്കും. അല്ലെങ്കിൽ ഈ രാജ്യവും രാജ്യഭാരവും എല്ലാം ഉപേക്ഷിച്ച് അവൻ ജ്ഞാനം നേടി ബുദ്ധനായി മാറി ഈ ലോകം മുഴുവനും ആരാധിക്കുന്നതായി മാറും. ഇത് 2ൽ ഒരെണ്ണം സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ രാജാവ് കോതണ്ണനോട് ചോദിച്ചു, കോതണ്ണ, നിങ്ങൾ 1 വിരൽ ഉയർത്തി കാണിച്ചു, എന്താണ് അതിൻ്റെ അർത്ഥം? കോതണ്ണൻ പറഞ്ഞു, എനിക്ക് യാതൊരു സംശയവുമില്ല മഹാരാജാവേ, ഇവൻ ഈ രാജ്യം ഉപേക്ഷിക്കും. അവൻ തീർത്തും ബുദ്ധനായി മാറും, അവൻ സന്യാസിയായി മാറും, അവൻ ഈശ്വരനായി മാറും. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് വരെ അവൻ്റെ നാമധേയം വാഴ്ത്തപ്പെടും. അവൻ ബുദ്ധൻ എന്നറിയപ്പെടും. യാതൊരു സംശയവും വേണ്ട. അവൻ ഒരിക്കലും ചക്രവർത്തിയാകില്ല. ഇത് കേട്ടപ്പോൾ രാജാവിന് വല്ലാത്ത ദേഷ്യമായി. തൻ്റെ മകൻ താൻ ആഗ്രഹിച്ച് ഒരു അനന്തരാവകാശിയാക്കിയ മകൻ അവൻ സന്യാസിയാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മറ്റുള്ള എല്ലാ ജ്യോതിഷികൾക്കും സമ്മാനം കൊടുത്തു. കോതണ്ണന് മാത്രം സമ്മാനം കൊടുത്തില്ല. വാർത്ത കാട്ടുതീ പോലെ പരന്നു. കോതണ്ണൻ വിഡ്ഢിത്തം വിളിച്ചു പറഞ്ഞു. രാജസദസ്സിലിരുന്ന് വിഡ്ഢിത്തം വിളിച്ചു പറഞ്ഞു. കോതണ്ണന്റെ പ്രശസ്തി എന്ത് ചെയ്യാൻ? ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞു വരാനായിട്ട് തുടങ്ങി. സകല പ്രശസ്തിയും ഇടിഞ്ഞു വന്നു. സത്യം പറഞ്ഞ കോതണ്ണൻ ഒടുവിൽ ഒന്നുമല്ലാതായി മാറുകയായിരുന്നു. അപ്പൊ രാജാവ് ചോദിച്ചു ജ്യോതിഷികളെടുത്ത്, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ജ്യോതിഷി പറഞ്ഞു, മഹാരാജാവേ, ഒരു കാരണവശാലും അവൻ വാർദ്ധക്യം എന്തെന്നറിയരുത്, മരണം എന്തെന്നറിയരുത്. വാർദ്ധക്യം, മരണം എന്നിവയെ അറിഞ്ഞാൽ നിശ്ചയമായും അവൻ ഈ രാജ്യം ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, നോക്കൂ, ഒരു കാരണവശാലും ബുദ്ധൻ താമസിക്കുന്ന അടുത്തേക്ക് യുവതികളല്ലാതെ, യുവാക്കളല്ലാതെ വൃദ്ധരായ ആരും കടന്നു വരാൻ പാടില്ല. രോഗമുണ്ടെന്നുള്ള വിവരമേ അവൻ അറിയാൻ പാടില്ല. എന്നിട്ട് മഹാരാജാവ് ബുദ്ധന് വേണ്ടി 3 സ്ഥലങ്ങളിൽ 3 കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. ഉഷ്ണകാലത്ത് ചൂടേൽക്കാത്തതും തണുപ്പുള്ളതുമായ കുന്നിൻ പുറത്ത് ഒരു കൊട്ടാരം, അതിൻ്റെ പേര് സുരമ്യം. ചൂട് കാലത്ത് അവിടെ താമസിക്കും. തണുപ്പ് കാലത്ത് എപ്പോഴും ഉഷ്ണം നിലനിൽക്കുന്ന പുഴക്കരയിൽ മറ്റൊരെണ്ണം, അതിൻ്റെ പേര് ശുഭം. വസന്തകാലത്ത് താമസിക്കാൻ മറ്റൊരെണ്ണം, അതിൻ്റെ പേര് രമ്യം. അപ്പോൾ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവൻ അനുഭവിച്ചിരിക്കണം. അങ്ങനെ ബുദ്ധൻ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി സിദ്ധാർത്ഥൻ. അപ്പൊ രാജാവ് പറഞ്ഞു, എൻ്റെ മകന് വിദ്യാഭ്യാസം ചെയ്യിക്കണം. അതിന് അനുയോജ്യനായ വ്യക്തി ആരാണ്? അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എല്ലാവരും പറഞ്ഞു, എന്താ സംശയം? വിശ്വാമിത്രൻ, സാക്ഷാൽ വിശ്വാമിത്രൻ. വിശ്വാമിത്രനെ ആളയച്ചു. വിശ്വാമിത്രൻ വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഈ ബാലനെ ഞാൻ പരിശീലിപ്പിക്കാം. അപ്പോൾ ഗുരു തൻ്റെ ശിഷ്യന്റെ അടുക്കലേക്ക് വന്നു. ഉണ്ണിയായിരിക്കുന്ന സിദ്ധാർത്ഥന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഉണ്ണി, ഞാൻ പറയുന്ന മന്ത്രം നീ എഴുതൂ. ഓം തത്സവിതുർവരേണ്യം
ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എഴുതൂ മകനെ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ബുദ്ധൻ ഈ പ്രപഞ്ചത്തിൽ എത്ര ഭാഷയുണ്ടോ അത്രയും ഭാഷയിൽ അത് എഴുതി കഴിഞ്ഞു. അല്ലാതെ പാലി ഭാഷയിൽ മാത്രമല്ല. ഗുരു അമ്പരന്ന് നിൽക്കുകയാണ്. എന്ത്? പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഈ ലോകത്ത് എത്ര ഭാഷയുണ്ടോ അതിലെല്ലാം എഴുതുകയാണ്. കണ്ടില്ലേ? മംഗലത്തിൽ എഴുതുന്നു, സകല ഭാഷകളിലും അവൻ എഴുതി കഴിഞ്ഞു. രാജാവ് അമ്പരന്ന് 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 നിൽക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല. രാജാവ് ചോദിച്ചു, ഇതെന്താണ്? ഋഷി പറഞ്ഞു, എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. അദ്ദേഹം ചോദിച്ചു, ബുദ്ധ, ഇത് സിദ്ധാർത്ഥ, ഇത് ഏതൊക്കെ ഭാഷയാണ്? അപ്പോൾ പറഞ്ഞു, ഗുരു, ഇത് പാലി ഭാഷ, ഇത് മംഗലം, ഇത് പരുഷം, ഇത് തീയവം, ഇത് ചിത്രാക്ഷരം, ഇത് ആംഗ്യം, ഇത് യൂഗം, ഇത് മനം, ഇത് മധ്യാചാരം, ഇത് ഗുഹയിലും കടലിലും മലയിലുള്ളവരുമായ ഭാഷകൾ, ഇത് രസാതലത്തിലെ ഭാഷകൾ, ഇത് നാഗന്മാരുടെ ഭാഷയിൽ, ഇത് സൂര്യോപാസകരുടെ ഭാഷയിൽ, ഇത് അഗ്നി ഉപാസകരുടെ ഭാഷയിൽ. വിശ്വാമിത്രൻ സ്തംഭിച്ചു നിൽക്കുകയാണ്. സകല ബ്രാഹ്മണരും സ്തംഭിച്ചു നിൽക്കുകയാണ്. ഈ ഗുരു പഠിപ്പിക്കാൻ വന്ന് അവിടെ ചുറ്റും കൂടിയ ബ്രാഹ്മണർ സ്തംഭിച്ചു നിൽക്കുകയാണ്. വിശ്വാമിത്രൻ ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ തീരുമാനിച്ചു. വിശ്വാമിത്രൻ പറഞ്ഞു, മകനെ, നമുക്ക് എണ്ണാൻ പഠിക്കാം. പറയൂ. 1, 2, 3. ഇങ്ങനെ മോൻ 4 ലക്ഷം വരെ എണ്ണേ. സിദ്ധാർത്ഥൻ എണ്ണാൻ തുടങ്ങി. 4 ലക്ഷം കഴിഞ്ഞു. അതായത് 100, 100ന്റെ പെരുക്കം ഉടൻ പറയും 1000, 1000ന്റെ പെരുക്കം പറയുന്നു 10000, അതിൻ്റെ പെരുക്കം പറയുന്നു. അങ്ങനെ 4 ലക്ഷം ചൊല്ലിക്കഴിഞ്ഞ് അതിനേക്കാൾ മുകളിലേക്ക് പോവുകയാണ്. അത് ക്ഷേത്രത്തിൽ, അത് കോടിയിലായ അവസാനം കോടി വരെ എണ്ണി. ഇനി കോടിക്ക് മുകളിലുണ്ട് നകുതം, അതിനു മുകളിൽ നിന്നകുതം, അതിനു മുകളിൽ കമ്പം, അതിനു മുകളിൽ വിഷ്കമ്പം. സംഖ്യകൾ നീണ്ടുപോവുകയാണ്. അങ്ങനെ പുണ്ഡരീകത്തിലെത്തി, പുണ്ഡരീകത്തിൽ കൂടി പത്മത്തിലെത്തി, പിന്നെ പത്മത്തിൽ കൂടി കാഠത്തിലെത്തി. ഈ കാഠം കൊണ്ട് രാത്രിയിലെ നക്ഷത്രങ്ങളെ മുഴുവൻ എണ്ണി തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കോടി കാഠത്തിലെത്തി. കോടി കാഠം കൊണ്ട് സമുദ്രത്തിലെ ഓരോ വെള്ളത്തുള്ളികളുടെയും എണ്ണമെടുക്കാൻ പറ്റും. വിശ്വാമിത്രൻ അമ്പരന്ന് നിന്നു. നിന്നിട്ട് പറഞ്ഞു, ഇനിയുമുണ്ട് ഗുരു സംഖ്യകൾ, ഇനിയുമുണ്ട് ഗുരു സംഖ്യകൾ, സംഖ്യകളെ കുറിച്ച് പറഞ്ഞു തരാം. വിശ്വാമിത്രൻ പറഞ്ഞു, മതി മകനെ, മതി മതി മതി. പെട്ടെന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് വിശ്വാമിത്രൻ ആ ഉണ്ണിയുടെ കാൽക്കൽ വീണ് തൊഴുതിട്ട് പറഞ്ഞു, ഉണ്ണി, ലോകത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും ഗുരുവാണ് നീ മകനെ. നിനക്ക് പഠിപ്പിക്കാൻ ഞാൻ ആളല്ല, നീ എൻ്റെ ഗുരുവാണ്, ഞാൻ നിന്റെ ശിഷ്യനാണ്. എല്ലാവരും അമ്പരന്ന് നിന്നു. അതേ, സിദ്ധാർത്ഥൻ വളരുകയാണ്. ഈ സമയത്ത് രാജാവ് പറഞ്ഞു, അവനെ ആയുധാഭ്യാസം പഠിപ്പിക്കണം, കുതിര ഓട്ടം പഠിപ്പിക്കണം. ആയുധാഭ്യാസം പഠിപ്പിക്കാൻ വന്നവർ അമ്പരന്ന് പോയി. പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അതിനേക്കാൾ കൂടുതൽ ആയുധ വിദ്യകൾ കാണിക്കുകയാണ്. കുമാരനെ പോലെ വേഗത്തിൽ രഥമോടിക്കുന്നവരാരുമില്ല. അസ്ത്രവിദ്യയിൽ കാട്ടിൽ പോയി എന്ത് ചെയ്യണം? മൃഗങ്ങളെ എയ്യണം. പക്ഷേ ഒരിക്കലും ക്രൂരമൃഗങ്ങളെ അല്ലാതെ മുയലുകള്, മാനുകള്, അവരെ ഒരിക്കലും ആരമ്പയ്യാറില്ല. ഈ സിദ്ധാർത്ഥൻ അമ്പയ്യാറില്ല. അങ്ങനെ സിദ്ധാർത്ഥൻ വളർന്നു വന്നു, എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി വളർന്നു വന്നു. അസ്ത്രവിദ്യയിൽ സിദ്ധാർത്ഥനെ ജയിക്കാൻ ആരുമില്ല. ഒരു ദിവസം പള്ളിപ്പൂങ്കാവനത്തിൽ സിദ്ധാർത്ഥനും കൂട്ടരും കളിക്കുകയാണ്. ആ സമയത്ത് കൂട്ടുകാരനായ ദേവദത്തൻ അവൻ ഒരു അരയന്നം ഇങ്ങനെ പറന്ന് നടക്കുന്നത് കണ്ടു. അവൻ തൻ്റെ അമ്പും വില്ലും എടുത്തു, അതിൽ നിന്നൊരമ്പെയ്തു. അത് ചെന്ന് അരയിന്നത്തിൻ്റെ ചിറകിൽ തറച്ചു. അരയിന്നം നിലത്തു വീണു. ബുദ്ധൻ ഓടിച്ചെന്ന് അതിനെ എടുത്തു. അപ്പോൾ അതിൽ നിന്നിങ്ങനെ ചോര പൊടിയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സങ്കടം വന്നു. അദ്ദേഹം ആ അസ്ത്രം വലിച്ചൂരിയ ബുദ്ധൻ ചിന്തിക്കാൻ തുടങ്ങി. ഈ അസ്ത്രം ശരീരത്ത് തറച്ചപ്പോൾ എന്തുമാത്രം വേദന ഈ പക്ഷി അനുഭവിച്ചിരിക്കും. അതറിയണമെങ്കിൽ സ്വന്തം ശരീരത്ത് കയറണം. ബുദ്ധൻ ശരമെടുത്ത് തൻ്റെ കൈക്കകത്ത് കുത്തിയിറക്കി. ബുദ്ധൻ പിടഞ്ഞുപോയി.
പോയി. ദൈവമേ, ഇത്രയും വേദനയാണോ ഇത് അനുഭവിച്ചിരിക്കുന്നത്? ബുദ്ധൻ അതിനെ താലോലിച്ചു. എന്ന് മാത്രവുമല്ല, തൊട്ടടുത്തിരുന്ന പച്ച മരുന്നുകളെടുത്ത് അതിനെ കെട്ടി ആ മുറിവുണക്കി. ഈ സമയത്ത് ദേവദത്തൻ വന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഈ അരയന്നം ഇതിനെ എനിക്ക് തരണം. ബുദ്ധൻ പറഞ്ഞു, തരില്ല. ദേവദത്തൻ പറഞ്ഞു, അതെങ്ങനെ? ഇതിനെ അമ്പെയ്തിട്ടത് ഞാനാണ്. ആരാണോ ശരമെയ്തത് അവർക്ക് അവകാശപ്പെട്ടതാണ് ഈ അരയന്നം. ബുദ്ധൻ പറഞ്ഞു, അരയന്നം മരിച്ചിട്ടില്ല. അമ്പെയ്തവന് ശവത്തിനാണ് അവകാശമുള്ളത്. ഇത് ഞാൻ ജന്മം കൊടുത്തതാണ് അവന് പുനർജന്മം കൊടുത്തവനാണ് ഇതുള്ളത്. ഇന്നു മുതൽ ഈ പ്രപഞ്ചത്തിലെ സകല മിണ്ടാപ്രാണികൾക്കും വേണ്ടി ഞാൻ വാദിക്കും. എന്തു പറഞ്ഞിട്ടും ബുദ്ധൻ കൊടുത്തില്ല. അങ്ങനെ തർക്കം രാജസഭയിലെത്തി. രാജസഭയിലെ പണ്ഡിതന്മാർ കൂടി ഉഗ്രമായ തർക്കത്തിൽ ഏർപ്പെട്ടു തുടങ്ങി. ഇരുകൂട്ടരും, ചിലര് ദേവദത്തന്റെ പക്ഷം പിടിച്ചിട്ട് പറഞ്ഞു, ആരാണോ അമ്പെയ്തത് അവർക്കുള്ളതാണ്. ചിലര് സിദ്ധാർത്ഥന്റെ പക്ഷം പിടിച്ചു. അങ്ങനെ പക്ഷം പിടിച്ചുകൊണ്ട് ഇവരിങ്ങനെ തർക്കിക്കുകയാണ്. ആ തർക്കിക്കുന്ന സമയത്ത് രണ്ട് കൈകൾ കൂട്ടിയിടിച്ചു. അവര് നോക്കി, വൃദ്ധനായ ഒരു സന്യാസി നിൽക്കുകയാണ്. വൃദ്ധനായ ഒരു സന്യാസി. അദ്ദേഹത്തെ അതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല, ഒരു മനുഷ്യരും കണ്ടിട്ടില്ല. അദ്ദേഹം പതുക്കെ നടന്നു വന്നിട്ട് പറഞ്ഞു, നോക്കൂ, ജീവനാണ് പ്രധാനം. കൊല്ലുന്നവൻ ഒന്നിനെ നശിപ്പിക്കുകയാണ്. ആ നശിപ്പിക്കുന്നവന് നശിച്ചുപോയ ശവത്തിനു മാത്രമേ അവകാശമുള്ളൂ. ഇവിടെ ശവമാകാത്തത് കൊണ്ട് ജീവൻ കൊടുത്ത കാരുണ്യത്തിന്റെ ഉറവിടമായ സിദ്ധാർത്ഥനാണ് ഈ അരയന്നത്തിന് അവകാശമെന്ന് പറഞ്ഞു. എല്ലാവരും അമ്പരന്ന് നിന്നു. അദ്ദേഹം അവിടെ കൂടിയിരുന്ന പണ്ഡിതന്മാരോട് കാര്യകാരണ സഹിതം പറഞ്ഞിട്ട് പറഞ്ഞു, പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനെയും നശിപ്പിക്കാൻ അധികാരമില്ല. ആരെ നശിപ്പിച്ചാലും അത് നശിക്കാത്തിടത്തോളം കാലം അത് അവൻ്റേതല്ല. എല്ലാവരും ആ അഭിപ്രായം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? രാജാവ് പറഞ്ഞു, ഇദ്ദേഹത്തിന് കൈ നിറയെ സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ആ സന്യാസി അവിടുന്ന് അപ്രത്യക്ഷനായി. ഈ തർക്കത്തിന് ദേവലോകത്തുനിന്നൊരു ദേവദൂതൻ വന്നേത് ഈ തർക്കത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട്. ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു. അവര് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ മകൻ സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് രാജാവ് മകനെ ഉല്ലസിപ്പിക്കുന്നതിന് വേണ്ടി വസന്തകാലത്തെ ഭൂമി കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നോക്കൂ മകനെ, അത് കർഷകര്, ദാ ഈ മാടുകളൊക്കെ ഇത് ഒഴുകുന്നത് കണ്ടോ? അതെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, കണ്ടില്ലേ ഈ ഭൂമി എന്ത് സൗന്ദര്യമുള്ളതാണ്? ബുദ്ധൻ പറഞ്ഞു, അല്ല, നോക്കൂ, ആ കർഷകൻ, അയാൾ ജീവിക്കാൻ വേണ്ടി സൂര്യന്റെ വെയിലേറ്റ് നിന്ന് നിലമൊഴുകുന്നു. അയാൾ എന്തുമാത്രം കറുത്തുപോയി. പാവം, ആ ഉഴവ് മാടുകളെ കൊണ്ട് ഭാരം വലിപ്പിക്കുന്നു എന്ന് മാത്രമാണോ? ഞാൻ നോക്കുമ്പോൾ നോക്കൂ, ആ കുന്നിൻ്റെ അറ്റത്ത് എറുമ്പുകളെ ഓന്ത് തിന്നുന്നു. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഓന്തിനെ പാമ്പ് തിന്നുന്നു, പാമ്പിനെ പരുന്ത് തിന്നുന്നു. പിതാവേ, എനിക്ക് അല്പസമയം സ്വസ്ഥമായിട്ടിരുന്ന് ചിന്തിക്കണം. ബുദ്ധൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ചിന്തിക്കാനിരുന്നു. ആ ധ്യാനം അങ്ങനെ തന്നെ ഇരുന്നു. രാവിലെ തുടങ്ങിയ ധ്യാനം ഉച്ചയായിട്ടും ബുദ്ധൻ ഉണരുന്നില്ല. ഈ സമയത്ത് ചിറകുള്ള 5 മഹർഷിമാർ ആകാശത്തുകൂടി ഇങ്ങനെ പറന്നു പോവുകയായിരുന്നു. അങ്ങനെ പറന്നു പോയപ്പോൾ ഏതോ ഒരു ശക്തി തങ്ങളെ താഴോട്ട് വലിക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ ഇവർ വിചാരിച്ചു, ഇതാരാണ്? അപ്പോൾ അവർക്ക് മനസ്സിലായി, ബുദ്ധൻ പിറന്നിരിക്കുന്നു. അവർ താഴേക്ക് വന്ന് സാക്ഷാൽ ശ്രീബുദ്ധനെ വണങ്ങി. പക്ഷേ ധ്യാനത്തിലിരിക്കുന്ന ബുദ്ധൻ ഇതൊന്നും അറിയുന്നില്ല. ആ ധ്യാനം മധ്യാഹ്നം കഴിഞ്ഞു, സന്ധ്യ കഴിഞ്ഞു, രാത്രിയായിട്ടും ധ്യാനം ഉണരുന്നില്ല. ഒടുവിൽ രാജാവ് നേരിട്ടെത്തിയാണ് ഉണർത്തിയത്. അപ്പോൾ രാജാവ് അടുത്ത ദിവസം രാജസഭ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൻ സന്യാസത്തിലേക്ക് പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അവനിതാ ധ്യാനത്തിലിരിക്കുന്നു, അവൻ കരുണയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
അപ്പോൾ പറഞ്ഞു, രാജാവേ, സകല യുവസുന്ദരിമാരെയും കൊട്ടാരത്തിൽ എത്തിക്കൂ രാജാവേ. സുന്ദരിമാരുടെ സാമീപ്യം ഏതൊരു പുരുഷന്റെയും മനസ്സിനെ ഇളക്കും. പൂന്തോട്ടത്തിൽ രാത്രി കൊഴിഞ്ഞു വീഴുന്ന കരിയിലകളും മാറ്റണം. അങ്ങനെ രാജാവ് അവിടുത്തെ സുന്ദരിമാരെ മുഴുവനും കൊട്ടാരത്തിൽ എപ്പോഴും ബുദ്ധൻ്റെ കൂടെ നിൽക്കാനായി നിയോഗിച്ചു. പക്ഷേ ബുദ്ധനാകട്ടെ ഒരു സ്ത്രീയിലും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ചിന്തിക്കാനെന്ന മട്ടിൽ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കും. രാവിലെ തുടങ്ങിയാൽ രാത്രി വരെ ആ ധ്യാനം. യുവസുന്ദരിമാരെ ഗൗനിക്കുന്നത് പോലുമില്ല. രാജാവ് അമ്പരന്ന് പോയി. എന്ത്, ഇത്രയും സുന്ദരിമാരെ കണ്ടിട്ടും അവൻ്റെ മനസ്സ് ചലിക്കുന്നത് പോലുമില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും അവിടുത്തെ മന്ത്രിമാരെ വിളിച്ചു. അപ്പം മന്ത്രിമാർ പറഞ്ഞു, രാജാവേ, ഇനി ഒരു മാർഗമേ ഉള്ളൂ. നമ്മുടെ രാജകുമാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. ഇപ്പം സിദ്ധാർത്ഥന് 18 വയസ്സായി. രാജാവേ, നമുക്കിവിടെ ഒരു ഉത്സവം നടത്താം. ആ ഉത്സവത്തിൽ അവിവാഹിതകളായിട്ടുള്ള സകല സുന്ദരിമാരും ഇവിടെ എത്താൻ പറയണം. ഓരോരോ കലാവിരുതുകൾ പ്രകടിപ്പിക്കാൻ പറയണം. ഇതിൽ പങ്കെടുക്കുന്ന സകല യുവസുന്ദരിമാർക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നതാണെന്ന് അറിയിക്കണം. എല്ലാ സുന്ദരിമാരും നിർബന്ധമായും പങ്കെടുക്കണം. ഓരോ സുന്ദരിയും വരട്ടെ. അപ്പം മഹാരാജാവ് പറഞ്ഞു, സുന്ദരിമാരുടെ ഇടയിലാണ് അവൻ കൊട്ടാരത്തിൽ നിൽക്കുന്നത്, എന്നിട്ട് ഒരു സുന്ദരിമാരെയും അവൻ നോക്കുന്നത് പോലുമില്ല. രാജാവേ, നമുക്കൊന്ന് നോക്കാം. ഏതെങ്കിലും ഒരു സുന്ദരിയിൽ കുമാരൻ്റെ മനസ്സുടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ വിളംബരം ഉണ്ടായി, പെരുമ്പറ മുഴങ്ങി. ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ അവിവാഹിതകളായ സുന്ദരികളും വരണം. രാജകുമാരൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് സമ്മാനം വാങ്ങിക്കാം. കപില വസ്തുവിലെ താലി കെട്ടാത്ത സകല കന്യകമാരും അവിടെ എത്തി. ഓരോരുത്തരായി സമ്മാനം വാങ്ങിക്കാൻ സിദ്ധാർത്ഥൻ്റെ അടുക്കൽ വന്നു. പക്ഷേ ആ യുവസുന്ദരിമാർക്ക് സിദ്ധാർത്ഥൻ്റെ മുഖത്തു പോലും പോക്കാൻ ഭയമായി. കാരണം എന്തൊരു തേജസ്, എന്തൊരു തേജസ്, അസാധാരണമായ ഒരു ദിവ്യപ്രഭ. ഓരോരുത്തരും വന്ന് തല കുനിച്ചു പിടിച്ച് സമ്മാനം വാങ്ങിച്ചു കൊണ്ടുപോയി. ആരും ബുദ്ധൻ്റെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം ആ മുഖത്ത് അത്ര ചൈതന്യം അങ്ങനെ കെട്ടി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ സുന്ദരിമാർക്കും സമ്മാനം കൊടുത്തു. ഒരാൾ പോലും ബുദ്ധനെ നോക്കുന്നില്ല, സിദ്ധാർത്ഥനെ നോക്കുന്നില്ല, സിദ്ധാർത്ഥനും ആരെയും നോക്കുന്നില്ല. രാജാവ് പറഞ്ഞു, ഇനി എന്ത് ചെയ്യും? എത്ര സുന്ദരി വന്നിട്ടും അവൻ്റെ മനസ്സിളകുന്നില്ല. ആ സമയത്തൊരു ചിലങ്കയുടെ ശബ്ദം. സമ്മാനങ്ങൾ മുഴുവൻ കൊടുത്തു തീർന്നു കഴിഞ്ഞു. ആ പരിപാടി അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഒരു കന്യക ഓടി വരുന്നു. പോകല്ലേ, ഞാൻ വരുന്നു, എനിക്കും സമ്മാനം വേണം. എല്ലാവരും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. എന്തൊരു സൗന്ദര്യം! ആകാശത്ത് നിന്നും ഒരു ദേവത ഇറങ്ങി വരുന്നത് പോലെ ദിവ്യമായ ഒരു രൂപം. ആ പെൺകുട്ടി ഓടി സിദ്ധാർത്ഥന്റെ അടുക്കൽ വന്നു. സിദ്ധാർത്ഥൻ ഒന്ന് ഞെട്ടി. സിദ്ധാർത്ഥന്റെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു. അവള് മറ്റു പെൺകുട്ടികളെ പോലെ സിദ്ധാർത്ഥന്റെ മുന്നിൽ തലകുനിച്ചില്ല. തലകുനിക്കാതെ സിദ്ധാർത്ഥന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, രാജകുമാര, എനിക്ക് എന്ത് സമ്മാനമാണ് അങ്ങ് തരാൻ പോകുന്നത്? സിദ്ധാർത്ഥൻ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ആ പെൺകുട്ടി ചോദിച്ചു, പറയൂ രാജകുമാര, എനിക്ക് എന്ത് സമ്മാനമാണ് തരാൻ പോകുന്നത്? അതോ എല്ലാം തീർന്നോ? അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, അതെ, നിനക്ക് ഞാനൊരു സമ്മാനം തരാം. സകല സമ്മാനങ്ങളും തീർന്ന സ്ഥിതിക്ക് ഇതാ ഈ രത്നമാല ഞാൻ നിനക്കായി നൽകുന്നു സഹോദരി എന്ന് പറഞ്ഞ് ആ രത്നമാല അഴിച്ചെടുത്ത് ആ വന്ന പെൺകുട്ടിയുടെ അരയിൽ കെട്ടിക്കൊടുത്തു. സിദ്ധാർത്ഥൻ അഴിച്ചെടുത്ത് അവളുടെ കറുത്ത പട്ടിൻ്റെ അരയിൽ അത് കൊളുത്തി. സിദ്ധാർത്ഥന്റെ കണ്ണുകൾ അവളിലൊന്നുടക്കി, അവളുടെ കണ്ണുകൾ സിദ്ധാർത്ഥനിലും ഉടക്കി. അതെ, അവിടെ ഒരു പ്രണയം, ഒരു അനുരാഗം മുട്ടിടുന്നത് കുളിരോടുകൂടിയാണ് രാജാവും മന്ത്രിമാരും എല്ലാവരും കണ്ടത്. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതാരാണിത്? സിദ്ധാർത്ഥൻ അവളെ തന്നെ നോക്കി. സിദ്ധാർത്ഥൻ അവളോട് തന്നെ നോക്കി നിന്നു. അപ്പൊ രാജകുമാരി ചോദിച്ചു, ഞാൻ ആരാണെന്നറിയണ്ടേ? എൻ്റെ പേരെന്താണെന്നറിയണ്ടേ?
അപ്പൊ ബുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പറയൂ, എൻ്റെ പേര് യശോധര, യശോധര എന്നാണ് എൻ്റെ പേര്. എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി. രാജാവ് പറഞ്ഞു, ഇനി എന്തോന്ന് ചിന്തിക്കാൻ, അവളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എടുക്കൂ. ഈ ലോകത്തെ സകല സുന്ദരിമാരും വന്നിട്ടും ആ ബുദ്ധന്റെ മനസ്സിളകിയിട്ടില്ല. പക്ഷേ സിദ്ധാർത്ഥന്റെ മനസ്സിളകിയിട്ടില്ല. പക്ഷേ യശോധരയെ കണ്ടപ്പോൾ മനസ്സിളകി. വിവാഹം നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ ഞാൻ കുറെ മുന്നോട്ടേക്ക് പോവുകയാണ്. അതായത് സിദ്ധാർത്ഥൻ വളർന്നു, രാജകൊട്ടാരമൊക്കെ വിട്ടു, ബുദ്ധനായിരിക്കുന്ന സമയം, ജ്ഞാനം നേടി ബുദ്ധനായിരിക്കുന്ന സമയം. അപ്പൊ ബുദ്ധന്റെ അടുക്കൽ വന്നിട്ട് ഒരു ശിഷ്യൻ ചോദിച്ചു, ഭഗവാനെ, ഞാൻ അങ്ങയോടൊരു സംശയം ചോദിച്ചോട്ടെ? അപ്പൊ ബുദ്ധൻ ചോദിച്ചു, എന്താണ്? അങ്ങ് മറ്റൊന്നും വിചാരിക്കരുതേ ഭഗവാനെ. ബുദ്ധൻ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, നീ പറഞ്ഞോളൂ ഭഗവാനെ. അങ്ങ് സിദ്ധാർത്ഥൻ എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ ആയിരക്കണക്കിന് സുന്ദരിമാരോടൊപ്പമാണ് അങ്ങ് കഴിഞ്ഞിരുന്നത്. ഭഗവാനെ, ആയിരക്കണക്കിന് സുന്ദരിമാരോടൊപ്പം കഴിഞ്ഞിട്ടും ഇളകാത്ത മനസ്സ്, ചലിക്കാതിരുന്ന അങ്ങയുടെ മനസ്സ്, ആ ശാക്യ കന്യക യശോധരയെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ചലിച്ചത്? ബുദ്ധൻ അവനെ ഒന്നും കൂടെ നോക്കി. ഭഗവാനെ, ഞങ്ങൾക്കറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. സുന്ദരിമാരുടെ ഇടയിൽ കിടന്നിട്ടും ആർക്കും അങ്ങയുടെ മനസ്സിനെ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ ശാക്യ കന്യക യശോധര വന്നപ്പോൾ അങ്ങയുടെ മനസ്സ് ചലിച്ചു, അങ്ങയിൽ പ്രണയമുണ്ടായി. അതെന്തുകൊണ്ടാണ്? അതറിയാനൊരാകാംക്ഷയുണ്ട്. ജ്ഞാനം നേടിയ ബുദ്ധൻ ഒന്ന് പുഞ്ചിരിച്ചു, കണ്ണുകൾ ഒന്നടച്ചു. ബുദ്ധന്റെ മുന്നിൽ ഒരു രംഗം തെളിഞ്ഞു വരികയാണ്. ബുദ്ധൻ വീണ്ടും പുഞ്ചിരിച്ചു. അതെ, ആയിരക്കണക്കിന് യുവസുന്ദരികളെ കണ്ടിട്ടും അല്പം പോലും മനസ്സ് ചലിക്കാതിരുന്ന ബുദ്ധൻ, അന്നത്തെ സിദ്ധാർത്ഥൻ, ഈ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ എന്തുകൊണ്ട് മനസ്സ് ചലിച്ചു? ബുദ്ധൻ അതിൻ്റെ ഉത്തരം പറയാൻ പോവുകയാണ്. സകല ശിഷ്യന്മാരും ഒന്നിച്ചുകൂടി അവരെല്ലാം ബുദ്ധന്റെ അടുക്കൽ കാതോർത്തു. ബുദ്ധൻ പറഞ്ഞു, ഞാൻ പറയാം. അതൊരു കഥയാണ്. ഞാൻ പറയാം. ശിഷ്യന്മാർ കാതോർത്തിരുന്നു. നിങ്ങളും കാതോർത്തിരുന്നു കൊള്ളൂ. ബുദ്ധൻ പറയാൻ പോകുന്ന ആ കഥ എന്താണ്? അടുത്ത ബുധനാഴ്ച ആ കഥയുമായി ഞാൻ വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. കാത്തിരിക്കുക. ശ്രീബുദ്ധന്റെ രണ്ടാം ഭാഗം അടുത്ത ബുധനാഴ്ച 12 മണിക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അവതാരമായ ബുദ്ധൻ അനുഗ്രഹിക്കുമെങ്കിൽ വരും. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ.